കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇടതുപക്ഷത്തിൽ നിന്നും ഉള്ള ഒരു കൊഴിഞ്ഞു പോക്കലുകൾ വർദ്ധിച്ചു വരുന്ന ഒരു സിറ്റുവേഷനുണ്ട്. അത് പല രീതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പല രീതിയിൽ കൂട്ടക്കൊഴിച്ചിലുകൾ വലിയ തോതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ UDF വിട്ടുകൊണ്ട് BJP പക്ഷത്തേക്ക് ചേർന്നിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. 72 CITU തൊഴിലാളികളിൽ 56 പേരും BMSൽ ചേർന്നിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ആകെയുള്ള 72 CITU തൊഴിലാളികളിൽ 56 പേരും ഇപ്പോൾ BMSൽ കാവിയിലേക്ക് അണിചേർന്നിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് സംഭവിച്ചിരിക്കുന്നത് തകഴി പഞ്ചായത്തിൽ കേളമംഗലം പ്രദേശത്തെ 7-8 വാർഡുകളിൽ 36 വർഷമായി കാർഷിക മേഖലയിൽ പണിയെടുത്തിരുന്ന CITU നേതൃത്വത്തിൽ പ്രവർത്തിച്ച തൊഴിലാളികളാണ് ഇപ്പോൾ BMSൽ ചേർന്നിരിക്കുന്നത്. ഇവർ CPMൻ്റെ KSKTU അംഗങ്ങളായിരുന്നു. തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ്. അതായത് ഒരു തൊഴിലാളി പാർട്ടി എന്ന് അറിയപ്പെടുന്ന പാർട്ടിയിൽ നിന്ന് തന്നെ, ആ പ്രസ്ഥാനത്തിൽ നിന്ന് തന്നെ ഉള്ള ഈ ഒരു കൂട്ടക്കൊഴിഞ്ഞു പോക്കലുകൾ, അതും ഒന്നും രണ്ടും പേരല്ല, കൂട്ടമായി 72 CITU തൊഴിലാളികൾ ഉള്ളിടത്ത് 56 പേരും ഇപ്പോൾ BMSൽ ചേർന്നിരിക്കുന്നു എന്ന വാർത്ത, അത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിൽ തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ഇടതുപക്ഷ പാർട്ടിയിലും ഇടതുപക്ഷ പാർട്ടിയുമായി ബന്ധപ്പെട്ട കോണുകളിൽ നിന്നൊക്കെ തന്നെയുള്ള വളരെ വലിയ തോതിലുള്ള കൂട്ടക്കൊഴിഞ്ഞു പോക്കലുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പുകൾ അടുത്തു വന്നിരിക്കുന്ന സമയത്ത് പോലും ഇടതുപക്ഷത്തെ കൈവിടുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ ഇടതുപക്ഷം വേണ്ട എന്ന് വെച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ തൊഴിലാളികൾക്കിടയിൽ നിന്ന് വരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ഇതൊക്കെ തന്നെ ഏത് തരത്തിലാണ് ഇടതുപക്ഷത്തെ ബാധിക്കാൻ പോകുന്നത്, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമാണ്. കാരണം ഇടതുപക്ഷത്തിൽ നിന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടക്കൊഴിച്ചിലെന്ന് പറയുന്നത് ചെറിയ തോതിലല്ല, വലിയ തോതിലാണ് കൂട്ടക്കൊഴിച്ചിലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒന്നും രണ്ടും പേരൊന്നുമല്ല, കൂട്ടമായിട്ട് തന്നെയുള്ള കൊഴിഞ്ഞുപോക്കലുകളാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇപ്പോൾ ഇടതുപക്ഷത്തിൽ നിന്നും ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട പല കോണുകളിൽ നിന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സംഭവിച്ചിരിക്കുന്ന ഒരു കൊഴിഞ്ഞുപോക്കലാണ് ഇപ്പോൾ 72 CITU തൊഴിലാളികളിൽ നിന്നും 56 പേർ ഇപ്പോൾ കാവിയിലേക്ക് അണിചേർന്നിരിക്കുന്നു എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തന്നെ.